ചെറുപ്പക്കാരെ, ഈ കിഡ്നി നീ ഇതുവരെ കണ്ടിട്ടില്ല, ഇതുവരെ കാണാൻ നിനക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കാണാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. നിന്റെ ഓരോ സെക്കൻഡിലും റബ്ബ് ഇതിങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റബ്ബ് തിരിച്ചു ചോദിക്കുന്ന സമയം എനിക്കറിയില്ല. ആ കിഡ്നി ശുദ്ധീകരിച്ച രക്തം ശരീരത്തിൽ വെച്ചിട്ട് ഹറാം ചെയ്തിട്ട് ഖബറിലേക്ക് പോകേണ്ട ഒരു രംഗം വന്നു പോയാ യാത്ര തിരിക്കേണ്ട ഒരു ഗതികേട് വന്നു പോയാ അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ അത്ഭുതപ്പെട്ടു. ഒരു വലിയ ആലിമിനെ കുറിച്ച് ഒരാള് പറയുന്നു, രാത്രിയിൽ കിടക്കുമ്പോ ഒരു തകരാറുമില്ല, രാവിലെ എഴുന്നേറ്റ് സ്വബഹിസ്കരിക്കാൻ വേണ്ടി കട്ടിലിൽ എഴുന്നേൽക്കാൻ നോക്കുമ്പോ വലത് ഭാഗം തളർന്നുപോയി. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഓ ചെറുപ്പക്കാരാ, സുഹൃത്തിന്റെ കല്യാണത്തിന്റെ ആർഭാടത്തിൽ നീ ഏർപ്പെട്ടപ്പോ ആ സുഹൃത്തിനെ മയ്യത്തേട്ടിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്ന രംഗം നീ വീഡിയോ ചിത്രം പിടിച്ചില്ലേ? ആ വീഡിയോ ചിത്രം പിടിച്ചിട്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മുസ്ലിം നാമധാരിയായ നീ പ്രചരിപ്പിച്ചിട്ട് ഇസ്ലാമിന്റെ ചാരിത്ര ശുദ്ധിയെ കടിച്ചു കീറിയില്ലേ? ഓ എന്റെ വയത് കേൾക്കുന്ന പെങ്ങളെ, ക്ലോസറ്റിന്റെ രൂപത്തിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ബർത്ത്ഡേയുടെ പേരിലോ അല്ലെങ്കിൽ ഏതോ എന്തിന്റെയോ പേരിലോ അനാചാരങ്ങൾ പുറപ്പെടുവിച്ചിട്ട് അനാചാരങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് നിന്റെ സമയം കളഞ്ഞില്ലയോ? എന്റെ വയല് കേൾക്കുന്ന പെങ്ങളെ, അറിയോ നിനക്ക് ഈ കേക്ക് മുഴുവനും തിന്നാനുള്ള ആരോഗ്യവുമായി സുബ്രബ് നിനക്ക് കണക്കാക്കിയിട്ടുണ്ട്. കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പാവപ്പെട്ട മുത്തല്ലിം ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മുത്തലിബ് ഉസ്താദിന്റെ കൂടെ ഞാനൊരു മരിച്ച വീട്ടിൽ പോയി. ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് ഉസ്താദ് അവരുടെ കൂടെ ഒരു മരിച്ച വീട്ടിൽ ചെന്നിട്ട് നിൽക്കുമ്പോ ഉസ്താദ് ചോദിച്ചു, എങ്ങനെയാ മരിച്ചു പോയത്? ആ വീട്ടുകാരന്റെ മറുപടി, കഞ്ഞി കുടിക്കുമ്പോ കുടുങ്ങിയതാണ് തൊണ്ടയിൽ, മരിച്ചുപോയി. മുസ്ലിമേ, ഏത് സെക്കൻഡിലാണ് എന്റെ മരണം എനിക്കറിയില്ല. ഏത് രോഗത്തിന്റെ പേരിലാണ് അറിയില്ല. കൊറോണയുടെ പേരിലാണോ അറിയില്ല, ക്യാൻസറിന്റെ പേരിലാണോ അറിയില്ല, കിഡ്നി ഇല്ലാത്തവനായിട്ടാണോ അറിയില്ല. 30-40 പ്രായം തികയാത്ത ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് കാല് നീട്ടിക്കൊടുക്കുകയാണ്. എന്തിനാണ് എന്നറിയോ? ഷുഗർ അധികരിച്ചപ്പോ കാല് മുറിക്കേണ്ടി വന്നു. അല്ലാ, നീ കാത്ത് രക്ഷിക്കണം റഹ്മാനേ. എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, നീ ഹറാമിന്റെ രസത്തിൽ നിൽക്കുമ്പോ റബ്ബ് നിന്റെ ആരോഗ്യം തിരിച്ചു ചോദിച്ച നിന്നെ മളവാളനാക്കിയിട്ട് കൊണ്ടുപോയ ചെറുപ്പക്കാരൻ അതേ മയ്യത്ത് കെട്ടിയിൽ കയറ്റി ഖബറിൽ കൊണ്ടുപോകുന്ന ഒരു രംഗമില്ലേ? അവിടെ നിനക്ക് നേരം പോക്കിന് വാട്സപ്പ് ഇല്ല കേട്ടോ, അവിടെ നിനക്ക് നേരം പോക്കിന് ഇൻസ്റ്റഗ്രാം ഇല്ല കേട്ടോ, അവിടെ നിനക്ക് നേരം പോക്കിന് ഒരു ചാറ്റും ഇല്ല കേട്ടോ, ഒരു സംവിധാനവും ഇല്ല കേട്ടോ. ആ ഖബറിൽ കിടക്കുമ്പോ സമാധാനത്തോടെ കിടക്കണോ? ആ ഖബറിൽ കിടക്കുമ്പോ സന്തോഷത്തോടെ കിടക്കണോ? ആ ഖബറിൽ കിടക്കുമ്പോ സ്വർഗം നോക്കി കിടക്കണോ? ബഹുമാനമാ പറയാൻ പോകുന്നത് എന്നറിയോ? നമ്മളെ നാട്ടിൽ ദുആക്ക് നേതൃത്വത്തിന് വന്ന് മഹാനായ സജിബ് തങ്ങളുടെ ബഹുമാനമല്ല, അങ്ങനെ ഏതെങ്കിലും വന്ന് ഇവിടെ ദുആ ചെയ്തു പോയ ഏതെങ്കിലും തങ്ങന്മാരെ ബഹുമാനമല്ല, മറിച്ചു സർവ സയ്യിദന്മാരുടെയും മുപ്പാപ്പയായ ഈ ദുന്യവിയായ ലോകത്തിൽ എന്ത് അനുഗ്രഹം മുഅ്മിനായ മനുഷ്യ എനിക്കും നിനക്കും ലഭിക്കാൻ കാരണമായി വന്നൊരു നേതാവല്ലാതെ മറ്റൊന്ന് പറയാനുണ്ടോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ചെറുപ്പക്കാരാ,
നീ വോട്ട് പിടിക്കാൻ വേണ്ടി ഏതോ രാഷ്ട്രീയക്കാരന്റെ നന്മക്ക് വേണ്ടി നീ രാത്രിയിൽ ഫ്ലെക്സ് കെട്ടുന്ന എനിക്ക് വിഷമം തോന്നിയില്ലല്ലോ. നീ താല്പര്യപ്പെട്ട രാഷ്ട്രീയക്കാരൻ ജയിക്കാൻ വേണ്ടിയിട്ട് എത്രയാ നീ അധ്വാനിച്ചത്, എത്രയാ നീ സമയം ചെലവഴിച്ചത്, എത്രയാ നീ ഓടി നടന്നത്. എന്തിനാന്നറിയോ? നീ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി ഒന്ന് വിജയിച്ചു കിട്ടാനാണ്. അവനിക്കൊന്ന് താൽക്കാലികമായി ഒരു 5 കൊല്ലത്തെ ഭരണം കൊടുക്കാനാണ്. 5 കൊല്ലം ഇവൻ ബാക്കി ഉണ്ടാകുമോ അറിയില്ല. മന്ത്രിസ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കേ കേന്ദ്രമന്ത്രിമാര് വരെ മരിച്ചു പോയില്ലേ? ഏതെങ്കിലും പ്രധാനമന്ത്രിക്ക് ഈ ഭരണം കഴിയട്ടെ എന്ന് പറയാ അധികാരമുള്ള പ്രധാനമന്ത്രിയെ കിട്ടിയോ? അസ്രായേലിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആഭ്യന്തരമന്ത്രിയെ കിട്ടിയോ? ആഭ്യന്തരമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്നാ എല്ലാ നിനക്കും മരണത്തിന്റെ സമയത്ത് പോരാ, ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും മനസ്സിന്റെ ഉള്ളിൽ കുളിർമ കിട്ടുന്നൊരു ജീവിതം വേണോ? മനസ്സിന്റെ ഉള്ളിൽ സമാധാനം കിട്ടുന്നൊരു ജീവിതം വേണോ? മനസ്സിന്റെ ഉള്ളിൽ സന്തോഷം കിട്ടുന്ന ജീവിതം വേണോ? മുസ്ലിയാരെ പ്രേമിക്കാൻ വേണ്ടിയുള്ള സ്വലാത്തല്ല, ഏതെങ്കിലും പാട്ട് പാടുന്ന തങ്ങള്, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് പാടുന്ന മുസ്ലിയരെ, അല്ല ഏതെങ്കിലും പാട്ട് പാടുന്ന ചെറുപ്പക്കാരനെ ആശിഖ് റസൂൽ എന്ന പേരിലോ അല്ലാത്ത പേരിലോ പ്രേമിക്കാനുള്ള വകുപ്പുണ്ടാക്കലല്ല. മറിച്ചു ശരിയായ നിനക്കുള്ള പ്രേമം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്നേഹമാ ഉമ്മമാരെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്നേഹിച്ചത്. ആ സ്നേഹമാ ഉമ്മമാരെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സ്നേഹിച്ചത്. അത് മകളായത് കൊണ്ടുള്ള സ്നേഹമല്ല, അമ്മോശനായത് കൊണ്ടുള്ള സ്നേഹമല്ല. അല്ലെങ്കിലോ അത്തരം ഭൗതിക ലോകത്തെ പറയുന്ന മറ്റെന്തെങ്കിലും കാരണം കൊണ്ടുള്ള സ്നേഹമല്ല. എന്തിനുള്ള സ്നേഹമാണെന്നറിയോ? ശരിയായ പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടിയുള്ള സ്നേഹം. ആ സ്നേഹം അങ്ങ് സ്നേഹിച്ചപ്പോഴാ സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ച് എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ, എന്റെ ജീവിതം മുഴുക്കെ ഞാൻ സമർപ്പിച്ചു നബിയേ, എന്റെ ജീവിതം മുഴുക്കെ ഞാൻ സമർപ്പിച്ചു നബിയേ, എന്റെ സമ്പത്ത് മുഴുക്കെ ഞാൻ സമർപ്പിച്ചു നബിയേ, എനിക്കൊന്നും വേണ്ട നബിയേ. അങ്ങയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങയുടെ വിശാലമായ വെട്ടിത്തിളങ്ങുന്ന ആ ഭംഗിയുള്ള ഹൃദയത്തിന്റെ ഉള്ളിൽ അബൂബക്കറിന് ചെറിയൊരു സ്ഥാനം വേണമെന്ന് പറഞ്ഞു ചോദിച്ചു വാങ്ങിയില്ലേ സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഓ ചെറുപ്പക്കാരാ, നീ സ്നേഹിച്ച പെണ്ണിനെ കൊണ്ട് നിനക്ക് കിട്ടാനുള്ളത് എന്താണ്? നിന്റെ ഭാര്യ തരുന്നതിൽ കൂടുതലൊന്നും അവക്ക് തരാൻ കഴിയില്ല. പക്ഷേ നിന്റെ സമയം നീ എത്രയാ ആവശ്യമില്ലാത്തതിൽ ചെലവഴിച്ചത്, എത്രയാ ആവശ്യമില്ലാത്തതിന് വേണ്ടി നഷ്ടപ്പെടുത്തിയത്. ആ സ്നേഹമെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിന്റെ ദുന്യവിയായ ലോകത്തും പാരത്രിക ലോകത്തും രണ്ട് ലോകത്തും സർവ നന്മക്കും അത് കാരണമായി പോയി. 5 ദിവസമായി ഭക്ഷണമില്ല, 5 ദിവസമായി ഭക്ഷണമില്ല. ചെറുപ്പക്കാരെ, 5 മണിക്കൂർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അൽഫാമില്ലാതെ മതിയാകൂല. 5 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഷവർമ കിട്ടാതെ മതിയാകൂല. 5 മണിക്കൂർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ കഴിയൂല. നല്ല ഭക്ഷണം വേണം അല്ലേ? എന്നാൽ അറിയോ, 5 മണിക്കൂർ സഹിക്കാൻ കഴിയാത്ത ഞാനും നീയും അറിയണം. 5 ദിവസത്തെ വിശപ്പ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല അല്ലേ? 5 മണിക്കൂർ തന്നെ വിശക്കാനുള്ള കെൽപ്പില്ല. റബ്ബേ, ഞങ്ങളെ റിസ്ക് ഞങ്ങളാരെ മുന്നിൽ കൈ നീട്ടാത്ത നിലക്ക് മരണം വരെ തരണം റഹ്മാനേ. ആരെ മുന്നിൽ
മുന്നിലും കൈനീട്ടി യാചിക്കുന്നൊരു ഗതിയോട് ഞങ്ങൾക്കോ ഞങ്ങളെ മക്കൾക്കോ ഞങ്ങളെ വാലിന്റെ സദസ്സിൽ സ്നേഹിച്ചൊരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾക്കോ മുഅ്മിനാത്തുകൾക്കോ നീ മരണം വരെ തരരുത് റഹ്മാനേ, നീ ഇസ്സത്ത് നിലനിർത്തി തരണം റഹ്മാനേ. ചോദിക്കട്ടെ വിശ്വാസികളെ, 5 മണിക്കൂർ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ കഴിയൂല അല്ലേ? 5 ദിവസമായി ഭക്ഷണമില്ല. ഒരു പതിയെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. മദീനത്തെ റൗദാ ശരീഫിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പട്ടിണിയാണ് 5 ദിവസമായി. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ മിമ്പറിന്റെ ചാരത്തിങ്ങനെ ഇരുന്നങ്ങ് ഉറങ്ങിപ്പോയി. ഏത് മിമ്പറാന്നറിയോ? മബൈന ഖബ്രി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മാ ബൈന ഖബ്രി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഭൂമി ലോകത്ത് സ്വർഗ്ഗം കാണിച്ചു തന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണെന്നറിയോ? മദീനത്തെ റൗദാ ശരീഫിന്റെ ചാരത്ത് മുതൽ ആ മിമ്പറിന്റെ ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വിശ്വാസികളെ, അല്ലാഹനെ മറന്ന ജീവിതം ഞാനും നിങ്ങളും നയിച്ചപ്പോ മദീനയിലെ കവാടം അടച്ചു പോയല്ലേ? ഹജ്ജും ഉംറയും നിന്ന് പോയല്ലേ? സ്വർഗം പൂട്ടപ്പെട്ടു പോയല്ലേ? അല്ലാഹ് എത്രയും പെട്ടെന്ന് ഈ അദാബ് ഞങ്ങളിൽ നിന്ന് ഉയർത്തി തരണം റഹ്മാനേ. ഹജ്ജിന് തൗഫീഖ് തരണം റഹ്മാനേ, ഉംറക്ക് തൗഫീഖ് തരണം റഹ്മാനേ. നിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് ഞങ്ങൾക്ക് എത്തണം. ആ സ്വർഗ്ഗത്തിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. റൗളാ ശരീഫിന്റെ മുന്നിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ അതബോടെ ബഹുമാനത്തോടെ നിൽക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് വിളിക്കണം, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. വിശ്വാസികളെ, മനസ്സറിഞ്ഞ് വിളിച്ചു മഹാന്മാർ. വിളിച്ചപ്പോ നേരിൽ ഉത്തരം കിട്ടിപ്പോയി, വഅലൈക്കുമുസ്സലാം. ഏത് റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദാ ശരീഫിൽ നിന്ന് മറുപടി കിട്ടിപ്പോയി. ആർക്ക് കിട്ടിപ്പോയി? എല്ലാ ജനങ്ങൾക്കും കിട്ടിപ്പോയി. റബ്ബല്ലാഹു റൂഹി ഫർദ് അലൈഹിസ്സലാം. എന്നോട് സലാം പറയുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സലാം പറയുമ്പോ അവർക്ക് സലാം മടക്കാൻ എന്റെ റൂഹ് തിരിച്ചു തരൂന്ന് പറഞ്ഞത് ഞാനല്ല കേട്ടോ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ മനസ്സറിഞ്ഞ് സ്നേഹിച്ച് അവിടുത്തെ ഇഷ്ക് വെച്ച് പ്രേമിച്ച് മദീനത്തെ റൗളാ ശരീഫിന്റെ മുമ്പിൽ നിന്നും പോരാ, നിങ്ങളുടെ മംഗലാപുരത്ത് വെച്ചും കേരളത്തിൽ വെച്ചും പോരാ, അമേരിക്കയിൽ വെച്ചും ഏത് രാഷ്ട്രത്തിൽ വെച്ചും വിളിച്ചാലും ആ ഹബീബായ നബി തങ്ങളെ ഇഷ്ക് വെച്ചിട്ട് മനസ്സ് തട്ടിയങ്ങ് വിളിക്കുമ്പോ അല്ലാഹു ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്വാലിഹീകൾ അവിടുത്തെ സലാം മടക്കുന്നത് കേട്ടുപോയി. മടക്കൽ എല്ലാവരോടും മടക്കിപ്പോയി. ചില മഹാന്മാർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ അസ്സലാം മടക്കുന്നത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിപ്പോയി. അവരെ ബർക്കത്തോട് ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഹബീബിന്റെ റൗളയിലെ ഞങ്ങളെ എത്തിക്കണം റഹ്മാനേ. മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുത് റഹ്മാനേ. മിമ്പറിന്റെ ചാരത്ത് അങ്ങനെ ഇരുന്നിട്ട് പട്ടിണി 5 ദിവസമായി. അപ്പോഴാണ് എന്റെ വലതുവശത്ത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ശരിയായ ആശിഖുർ റസൂൽ. പാട്ട് പാടുമ്പോൾ വിളിക്കാനുള്ള പേരല്ല, അത് പറയുമ്പോ വലിയ ആശിഖാണെന്ന് പറയുമ്പോ അലങ്കാരത്തിന് പറഞ്ഞതല്ല, ബഹുമാനിക്കാൻ പറഞ്ഞതല്ല, മുസ്ലിയാരെ ജാക്കി വെക്കാൻ പറഞ്ഞതല്ല, മുസ്ലിയാരെ മൂച്ചിക്കാറ്റാൻ പറഞ്ഞതല്ല. മനസ്സിന്റെ ഉള്ളിൽ തട്ടിയുള്ള ആത്മാ
ആത്മാർത്ഥതയുള്ള സ്നേഹം മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സ്നേഹിച്ചങ്ങ് ചെന്നപ്പോ വലതുവശത്തെത്തിപ്പോയി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ വന്നുപോയി മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്തിപ്പോയി വന്നിട്ട് എന്താ പറയുന്നത് എന്നറിയോ എഴുന്നേൽക്ക് മോനെ എഴുന്നേൽക്ക് മോനെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു ഉറക്കിൽ ഞാൻ ഇങ്ങനെ കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ചാടി എഴുന്നേറ്റ് ഞാൻ അങ്ങ് ചെന്നപ്പോൾ എന്റെ മുന്നിലേക്ക് ഭക്ഷണം നീട്ടി തന്നുപോയി മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്നവരുടെ വിശപ്പ് കണ്ടറിഞ്ഞിട്ടതാ സ്വപ്നത്തിൽ ഭക്ഷണം കൊടുത്തുപോയി ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോ വിശപ്പ് കാണാനില്ല ഈമാനുള്ള വിശ്വാസികളെ ഈ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്കുവെക്കളും അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കണം അവിടുത്തെ മനസ്സുകൊണ്ട് താല്പര്യപ്പെടണം ഏത് സമയവും അവിടുന്ന് ഇഷ്ടപ്പെടാത്തത് ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യില്ലെന്ന് ഉറപ്പുവരുത്തുള്ളൂ കലാപുരം ഭാഗത്തുള്ള ചെറുപ്പക്കാരെ തൊപ്പി വെക്കുന്നതിൽ നിങ്ങളോട് വലിയ സന്തോഷമാ തൊപ്പി വെക്കുന്നതിൽ വലിയ സന്തോഷമാ അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നു എന്ന നിയത്തോടെയാകണം ഒരാ താടി വളർത്തുന്നതിൽ ചെറുപ്പക്കാരെ താടി കാണുമ്പോ വലിയ സന്തോഷമാ പക്ഷേ അത് സിനിമാനടം കാണിച്ചു തന്ന ഒപ്പിക്കാത്ത താടിയാകരുത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുള്ള താടിയാകണം അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിക്കാനാകണം അവിടുത്തെ പൊരുത്തം ജീവിതത്തിൽ കിട്ടാനാകണം നിനക്ക് ജീവിതത്തെ തിട്ടപ്പെടുത്തിയാൽ എന്റെ വയല് കേൾക്കുന്ന ഉപ്പാപ്പമാരെ എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരെ അവിടുന്ന് താടി വെക്കുന്നതിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു താടി പഠിക്കൽ തഹരീമിന്റെ കറാഹത്താണെന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു എന്റെ ഉപ്പാപ്പമാരോട് പറയുന്നു താടി പഠിച്ചേക്കല്ല ഇന്ന് ഞാൻ ഖബറിൽ പോകേണ്ടി വന്നാലും ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ച എന്നിലേക്ക് നോക്കുമ്പോ ഒരു താടിയില്ലാത്ത അവിടുത്തെ സുന്നത്ത് കയ്യിലെടുക്കാത്ത ഒരു ധിക്കാരിയായിട്ട് ഖബറിൽ പോകുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ ചെറിയ താടി മഹാനായ സുൽത്താനുൽ ഉലമ താടി വെക്കുന്നത് പോലെ വെക്കണ്ട മഹാനായ സുലൈമാൻ ഉസ്താദ് താടി വെക്കുന്നത് പോലെ വെക്കണ്ട ചെറുപ്പക്കാരായ കൂട്ടുകാരെ നിങ്ങളോട് യോജിക്കുന്ന താടി നിങ്ങളെ പ്രായത്തോട് യോജിക്കുന്ന താടി നിങ്ങളുടെ യൗവനത്തോട് യോജിക്കുന്ന താടി മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് പണ്ഡിതന്മാർ അവരെ വേഷത്തിലുള്ള താടി ചെറുപ്പക്കാരായ സാധാരണക്കാരാണെന്നുള്ള മനസ്സിലാകുന്ന വിധത്തിലുള്ള താടി അതെങ്കിലും ആ സുന്നത്തിന് വേണ്ടി ജീവിതത്തിൽ മാതൃകയാക്കണേ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹ് നിനക്ക് അവിടുത്തെ ജീവിതത്തിൽ സുന്നത്തുകൾ പകർത്തുന്ന നല്ല മുത്തഖീകളെ കൂട്ടത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീകളെയും നീ പെടുത്തി തരണം റഹ്മാനേ ആ നിനക്ക് ഖബൂലായി കിട്ടുന്ന ആഖിറത്തിൽ വലിയ ഫലം കിട്ടുന്ന ഒരു സദസ്സായി ഈ സദസ്സിനെ നീ ഖബൂലാക്കി തരണേ